പ്രോസിക്യൂഷൻ തുടക്കം മുതൽ തന്നെ പ്രോസിക്യൂഷൻ ഒരൊറ്റ കാര്യം മാത്രമാണ് കോടതിക്ക് മുമ്പിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് പരമാവധി ശിക്ഷയായ ജീവപര്യന്തം അത് 6 പ്രതികൾക്കും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകുക എന്നൊരൊറ്റ കാര്യം മാത്രമാണ് പ്രോസിക്യൂഷൻ തുടക്കം മുതൽ തന്നെ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നത്. അതിനുവേണ്ടിയുള്ള നിരവധി വാദമുഖങ്ങളാണ് അവർ ഇത്രയും നേരവും മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയുന്നത് പരമാവധി ശിക്ഷ നൽകേണ്ടതില്ല, അതിക്രൂരമായ ബലാത്സംഗം ഇവിടെ നടന്നിട്ടില്ല എന്നാണ്. അതിക്രൂരമായ ബലാത്സംഗം നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പരമാവധി ശിക്ഷ നൽകേണ്ടതുള്ളൂ എന്നാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയുന്നത്. അപ്പോൾ അതിനെ കൃത്യമായി തന്നെ പ്രോസിക്യൂഷൻ എതിർത്തുകൊണ്ട് കോടതിയിൽ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ടുള്ള വാദം, ശിക്ഷാവിധിയിന്മേലുള്ള വാദം അത് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതികൾക്ക് പറയാനുള്ളത് കേട്ടുകഴിഞ്ഞു, പ്രോസിക്യൂഷന് പറയാനുള്ളത് കേട്ടുകഴിഞ്ഞു. ഇനി ഈ പ്രതിഭാഗം അഭിഭാഷകർക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ പ്രതിഭാഗത്തിന് വാദമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രതികൾക്ക് വേണ്ടി അവരുടെ അഭിഭാഷകർ കോടതിയിൽ തങ്ങളുടെ വാദമുഖങ്ങൾ ഉയർത്തും. പരമാവധി ശിക്ഷ കുറച്ച് വാങ്ങിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഈ പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകർക്ക് അല്ലെങ്കിൽ പ്രതിഭാഗത്തിനുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അത്തരം വാദമുഖങ്ങളിലേക്കാണ് അവർ പോകുന്നത്. ഈ പരമാവധി ശിക്ഷ നൽകേണ്ടതില്ല, ക്രൂരമായ ബലാത്സംഗം നടന്നിട്ടില്ല, ക്രൂരമായ ബലാത്സംഗം നടക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് സാധാരണ പരമാവധി ശിക്ഷയായ ജീവപര്യന്തം നൽകാറുള്ളൂ എന്നൊക്കെയാണ് കോടതിയിൽ ഈ പൾസർ സുനിയുടെ അഭിഭാഷകൻ പറഞ്ഞിട്ടുള്ളത്. അതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വി പി വിജീഷിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നാണ്. വി പി വിജീഷ് ഈ പ്രതികളിൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെടാത്ത ഒരേ ഒരാൾ അത് വി പി വിജീഷ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തനിക്ക് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും തന്നെ കണ്ണൂർ ജയിലിലേക്ക് മാറ്റണമെന്നുമാണ് വി പി വിജീഷ് ആവശ്യപ്പെട്ടിരുന്നത്. വി പി വിജീഷിൻ്റെ അഭിഭാഷകനും ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്, കുറഞ്ഞ ശിക്ഷ നൽകണമെന്നാണ്. ഒന്നാം പ്രതിക്ക് മുൻകാല കുറ്റങ്ങൾ ഉണ്ടല്ലോ എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞല്ലോ എന്ന് കോടതി പൾസർ സുനിയുടെ അഭിഭാഷകനോട് ചോദിക്കുന്നുണ്ട്. അതായത് ഒന്നാം പ്രതിക്ക് മുൻകാല കുറ്റങ്ങൾ ഉണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞല്ലോ എന്നാണ് കോടതി പൾസർ സുനിയുടെ അഭിഭാഷകനോട് ചോദിക്കുന്നത്. നേരത്തെ തന്നെ ഈ പൾസർ സുനി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആളാണ്. പെരുമ്പാവൂരിൽ നിന്ന് പിന്നീട് കൊച്ചിയിലേക്ക് സ്ഥലം മാറിയതിനു ശേഷം കൊച്ചിയിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ, പെറ്റി കേസുകളിൽ, ഈ മോഷണ കേസുകളിലടക്കം പ്രതിയായ ആളാണ് പൾസർ സുനി. അപ്പോൾ അയാൾക്ക് നിരവധി കേസുകൾ ഉണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞല്ലോ എന്ന് പൾസർ സുനിയുടെ വക്കീലിനോട് കോടതി ചോദിക്കുമ്പോൾ ആ കേസുകളെല്ലാം വെറുതെ വിട്ടതാണ്, ആ കുറ്റങ്ങളിൽ നിന്നെല്ലാം തൻ്റെ ഈ പൾസർ സുനിയെ വെറുതെ വിട്ടതാണ് എന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രിമിനൽ പശ്ചാത്തലം ഇല്ല, അല്ലെങ്കിൽ ആ കുറ്റങ്ങളിലൊക്കെ വെറുതെ വിട്ടതാണ്, ആ കുറ്റകൃത്യങ്ങളൊന്നും തൻ്റെ ആൾ ചെയ്തതല്ല, അല്ലെങ്കിൽ പൾസർ സുനി ചെയ്തതല്ല, ആ കുറ്റകൃത്യങ്ങളിലൊക്കെ തന്നെ തൻ്റെ പൾസർ സുനിയുടെ മുൻകാല കുറ്റകൃത്യങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റൊരു സിനിമാ താരവും നിർമ്മാതാവുമായ വനിതയെ തട്ടിക്കൊണ്ടുപോയ കേസാണ്. ആ കേസിൽ ആ പരാതിക്കാരി തന്നെ പിന്മാറിയതുകൊണ്ട് പൾസർ സുനിയെ വെറുതെ വിടുകയായിരുന്നില്ലേ? തീർച്ചയായും ആ കേസ് മാത്രമല്ല, അതായത് ഈ പൾസർ സുനി ഇതിനു മുമ്പ് ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്നെ അയാൾ തുറന്നു പറയുന്നുണ്ട്, താൻ ഇതിനു മുമ്പും ഇങ്ങനെ പല കാര്യങ്ങളും പല നടിമാർക്കെതിരെയും ചെയ്തിട്ടുണ്ടെന്നൊരു കാര്യം ഒരു മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ അയാൾ പറയുന്നുണ്ട്. അതിലൊന്നും അന്ന് ഈ മാധ്യമം ഈ ദിലീപിന് വേണ്ടിയാണോ ചെയ്യുന്നത് നോക്കുമ്പോൾ ദിലീപിന് വേണ്ടിയല്ല, മറ്റു പലർക്കും വേണ്ടി താനിത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പൾസർ സുനി അന്ന് ഈ മാധ്യമത്തിന് അഭിമുഖം നൽകിയിരുന്നു. അങ്ങനെ